നല്ലൊരു ചിത്രം. തീർച്ചയായിട്ടും ലിജു തോമസ് എന്ന് പറയുന്ന സംവിധായകന്റെ നല്ലൊരു ചിത്രം. അൻപോട് കൺമണി. അൻപോട് കൺമണി മലയാളികളുടെ സ്വന്തം കൺമണിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അർജുന അശോകനും അതേപോലെ അനഘ നാരായണനും അതേപോലെ തന്നെ മാലാപാർവതി ചേച്ചി, നവാസ് വള്ളിക്കുന്ന്, മൃദുൽ നായർ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ഫാമിലി സബ്ജക്റ്റാണ്. ഓരോ ഫ്രെയിമുകളും മനോഹരമാണ്. നല്ലൊരു കഥ, നല്ലൊരു വിഷയം, നമ്മുടെ കുടുംബങ്ങളിലും അതേപോലെ പരിസരങ്ങളിലും നടക്കുന്ന ഒരു കഥ. തീർച്ചയായിട്ടും കുടുംബമൊത്ത് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രം തന്നെയാണ്. വളരെ മികച്ചായിട്ടുള്ള അതാണ് പറയുന്നത്. പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും ആ രചനയ്ക്ക് അനുസൃതമായിട്ട് സംവിധായകന്റെ കൈയൊടുക്കത്തോടുകൂടി അവരെയൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അവരെല്ലാവരും മലയാള സിനിമയുടെ വാഗ്ദാനങ്ങളാണ്. ഫാമിലിയായിട്ട് തീർച്ചയായിട്ടും കുട്ടികളൊത്ത് കാണാൻ പറ്റിയ നല്ല ഉഗ്രൻ ചിത്രം. ഇത് വിജയപാതയിൽ എത്തി എന്നുള്ള കാര്യം തൊട്ട് ഡൗട്ടില്ല. മനോഹരമാണ്. അപ്പം അവിടെയൊക്കെ പറഞ്ഞ മാതിരി ഒറ്റ വാക്കാറുണ്ട്, ക്യൂട്ട് സിനിമ എന്ന് പറയുന്നത്. അതാണ് കാരണം വെച്ചാൽ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാവുന്ന വളരെ എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതിമാർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളും ഇപ്പൊ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഭയങ്കര മനസ്സ് നിറഞ്ഞ ഒരു ഫീലാണ്. അടിപൊളി സ്ക്രിപ്റ്റാണ്. ആ മെസ്സേജാണ് ഇതിന് ഏറ്റവും വെച്ചാല് എന്താ പറയാ, നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ത്, ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഇങ്ങനത്തെ എന്താണ് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് മനസ്സിലാവുന്ന നല്ല അടിപൊളി ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഈ വീക്കെൻഡിൽ ഫാമിലീസിനൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവി. ഫാമിലി തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ്. നമ്മളിപ്പോ മറ്റ് സിനിമകളൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റണം സമൂഹത്തിന്, ഒരു പ്രേക്ഷകൻ. അപ്പൊ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേമാതിരി തന്നെ കോമഡിയൊക്കെ വെച്ചാൽ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന വാക്കുകളിൽ ഉള്ള കോമഡി നല്ല രസമായിട്ടുണ്ട്. നവാസ്, അതുപോലെ തന്നെ പ്രതാപൻ സാർ, അങ്ങനത്തെ എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഹീറോയിൻ്റെ ഒരു അഭിനയമൊക്കെ വളരെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്തു. സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞിട്ട് ഇറങ്ങും. അതാണ് അതിന്റെ ഒരു ഔട്ട്പുട്ട്. പടം അടിപൊളി, നൈസ് പെർഫോമൻസ്, ഗംഭീരം. ഫണ്ടമെന്റ്സ് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, കോമഡിയൊക്കെ. പക്ഷെ എങ്കിലും ഭയങ്കര നല്ലൊരു കുടുംബ ചിത്രം കുറച്ചു കാലങ്ങൾക്ക് ശേഷം. ഈ ന്യൂലി വെഡ്സിലൊക്കെ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ പിന്നെ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് ഈ വീക്കെൻഡിൽ പിന്നെ ഷുവർ 2025 ഫാമിലി മൂവി ഫസ്റ്റ്. നല്ല പടം, നല്ല പടം, അടിപൊളി. ഓ നൈസായിരുന്നു, അനക്ക് അടിപൊളിയായിരുന്നു. ഫാമിലി പടം. ഇത് നമ്മളെ കല്യാണം കഴിച്ചുള്ള കപ്പിൾസ് ഉണ്ടല്ലോ, അവർക്കെല്ലാം ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫാമിലി ലൈഫ് റിലേറ്റ് ചെയ്യാൻ പറ്റും. വളരെ സോഷ്യൽ ലെവൽ ടോപ്പിക്കാണ്. എന്നാൽ യാതൊരു ലാഗും ഇല്ല. എല്ലാവരും മാടപർവ മേഡം എല്ലാം അടുത്ത കബീർ മോനെന്ന് പറയാം. പിന്നെ നമ്മളുടെ ആ നായിക നയിച്ചിട്ടുണ്ട്. പിന്നെ അർജുനസ്വതാർത്ഥത്തിൽ അടുത്ത ജയറാമേട്ടെന്ന് പറയാം. എല്ലാവർക്കും എല്ലാം കൊണ്ട് നടന്നു. ഒരു 80s കഴിഞ്ഞിട്ട് 80s കുറേ നാൾ ശേഷം നല്ല ഹൃദയത്തെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഫാമിലി ഫിലിം കാണാൻ പറ്റും. നല്ലൊരു മെസ്സേജും ഉണ്ട്. എന്നാൽ യാതൊരു ലാഗും ഇല്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ന്യൂലി വെച്ച് കല്യാണം കഴിച്ച കപ്പിൾസിന് ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ എല്ലാവർക്കും ലീഡ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് കളിയാൻ തോന്നുന്നു. ഫണ്ട് ആ ഫസ്റ്റ് ഹാഫിലുണ്ട്, സെക്കൻഡ് ഹാഫിൽ സെന്റിമെന്റ്സ് ഉണ്ട്. എല്ലാം കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഒരു എന്റർടൈൻ ലാഗും ഇല്ല, എന്നൊപ്പം തന്നെ നല്ല മെസ്സേജും ഉണ്ട്. ഒരുപാട് ആൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ടോപ്പിക്കാണ്.